മുൻനിരയിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതിനെയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മുന്നോട്ടിരിക്കാൻ പറയുന്നത്. ഇന്നത്തെ യോഗത്തിന് സ്വാഗതം പറഞ്ഞ അനിത മാഡം, ഞാൻ നിങ്ങളുടെ ലൈബ്രറിയിൽ വരികയും അതിനകത്തിരിക്കുന്ന പിയാനോ കാണുകയും ഒരുപാട് പഴയ പുസ്തകങ്ങൾ, ഗാന്ധിജിയെ പറ്റിയുള്ള സവിശേഷമായ പുസ്തകങ്ങൾ എല്ലാം കാണുകയും, പുതിയ കെട്ടിടമാണ്, വളരെ മനോഹരമായിട്ടുള്ള കെട്ടിടം, പല നിലയുള്ള, ഇത്രയും കൊടുക്കാൻ പാടില്ലായിരുന്നു എനിക്ക് തോന്നി ലൈബ്രറി. അത്ര മികച്ച കെട്ടിടവും എല്ലാം ഉള്ള ഒരു ലൈബ്രറിയാണ്. അനിത മാഡത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ടുണ്ടായിരുന്ന ബിനിമോൾ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. എൻ്റെ ലൈബ്രറിയനായിരുന്നു ഒരുപാട് കാലം, 8 വർഷം ലൈബ്രറിയനായിരുന്നു. ഇവിടെ പ്രിൻസിപ്പലിൻ്റെ ചുമതലയുള്ള ജയരാജ് സാർ, ജയരാജ് ഡേവിഡ്, എൻ്റെ മകൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് മെൻറ്റർ ചെയ്ത ആളാണ്. മാത്രമല്ല, ഇന്ന് വായനാ ദിനമാണെങ്കിലും ഞാൻ പറയുന്നു, വായിച്ചാൽ മാത്രം പോരാ, കളിക്കണം. നമ്മുടെ മാനസിക ആരോഗ്യത്തിൻ്റെ ഏറ്റവും നല്ല രീതി മാനസികാരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുക അല്ലേ സാർ? ശരിയില്ല. നമ്മൾ കളിക്കുകയും, ഞാൻ 20 വർഷം ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിരുന്നു. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു പരാതി പോലും യൂണിവേഴ്സിറ്റിയിലോട്ട് വിദ്യാർത്ഥികളോ ഗവേഷകരോ എൻ്റെ സഹ അധ്യാപകരോ കൊടുത്തിട്ടില്ല. അതിന് പ്രധാന കാരണം, ഞാൻ ഇന്ന് 4 മണിക്ക് എല്ലാവരുടെയും കൂടെ കളിക്കുമായിരുന്നു. എല്ലാ ദിവസവും 4 മണിയാകുമ്പോൾ പഠിത്തം നിർത്തി കളിക്കാൻ. ഇന്ത്യയിൽ ഒരുപാട് നമ്മളിപ്പോൾ കാണുന്ന വികസനം എന്ന് പറഞ്ഞാൽ ഒരുപാട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കുകയാണ്. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടാക്കിയാൽ അർത്ഥം നിങ്ങൾ രോഗാതുരമായ ഒരു ഭാരതത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നു എന്നാണ്. കളിക്കളങ്ങൾ ഉണ്ടാക്കിയാൽ അർത്ഥം നമ്മൾ വളരെ ആരോഗ്യപൂർണ്ണമായ ഭാരതത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നു എന്നാണ്. അപ്പോൾ സാറിൻ്റെ അധ്യക്ഷതയിൽ യോഗം കൂടുന്നതിൽ എനിക്ക് പ്രത്യേക സന്തോഷമുണ്ട്. വായന മാത്രമാണ് ആക്കണ്ട, ഇതും കൂടെ ഓർക്കുക. ലൈബ്രറി അസിസ്റ്റൻ്റ് അജിത് കുമാർ, ഷാംലി ടീച്ചർ അല്ലെ, ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹിന്ദി, എന്നെ നേരത്തെ പരിചയമുണ്ടെന്ന് പറഞ്ഞു. ഒരു ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സാറിനെ പറയുന്നത് കണ്ടോളൻസ് എന്നാണ് പറയുന്നത്. ശ്യാമ ടീച്ചർ കഴിഞ്ഞ ദിവസം ശ്രീ പ്രഭാവർമ്മ കവി എഴുതിയ കർണാടക സംഗീത കീർത്തനം നൊട്ടേറ്റ് ചെയ്തു എന്ന് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു. ടീച്ചറിൻ്റെ പ്രതി അന്വേഷണം പറഞ്ഞിരുന്നത്. നസിമുദ്ദീൻ, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ്, ഇവിടെ ഇരിക്കുകയായിരുന്നു, അടുത്ത് സ്ഥലം മാറിയോ? ഓക്കെ, ശരി. അൽവീന വിജയ്, നിങ്ങളെല്ലാവരെയും റെപ്രസെൻ്റ് ചെയ്താണ് അൽവീന വിജയ് ഇവിടെ ഇരിക്കുന്നത്. ഫോർ ഓൾ ഓഫ് യു. അപ്പോൾ എനിക്ക് തന്ന പൂവ് ഐ ഗിവ് ടു യു. വിചിത്ര അല്ലേ? അത് വിചിത്രയാണ്. ഓക്കെ. പ്രിയപ്പെട്ട മൈ ഡിയർ ഫെലോ ടീച്ചേഴ്സ്, മൈ ഡിയർ യങ് സ്റ്റുഡൻസ്, ഞാനൊരു ചെറിയ ഉത്തരവാദിത്വം എടുത്തതിന് ശേഷം സർക്കാരിൽ നേരത്തെ വാക്ക് കൊടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. വളരെ തിരക്കുള്ളൊരു ദിവസമാണ്. പക്ഷേ ഇതിനേക്കാൾ എന്ത് മഹനീയമായിട്ട് എന്താണ് ചെയ്യാനുള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുട്ടികളുടെ അടുത്ത് സംസാരിക്കുക, അതിനേക്കാൾ വലിയ ഒരു സ്ഥാനവുമില്ല. എന്നെ സംബന്ധിച്ച് ഞാനൊരു സന്തോഷഭരിതനായ അധ്യാപകനാണ്. വിദ്യാർത്ഥികളെ കാണുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അവരോട് സംസാരിക്കുന്ന വളരെ ഇഷ്ടമാണ്. സംസാരിച്ചാൽ ലേശം കൂടി പോകുമെന്നുള്ള ചെറിയ ഭയം മാത്രമേ ഉള്ളൂ. ഞാൻ വായനാ ദിനത്തിൽ ഇവിടെ നേരത്തെ വന്ന് സംസാരിച്ചിട്ടുണ്ട്. പുതിയ കുട്ടികളാണെന്നുള്ളതുകൊണ്ട് ഞാൻ അന്ന് പറഞ്ഞ കുറച്ച് കാര്യം കൂടെ പറയും. എൻ്റെ ഇഷ്ട പുസ്തകങ്ങൾ ഇങ്ങനെ ഓരോ പ്രസംഗത്തിലും മാറ്റാനൊക്കില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് 2 കൊല്ലം മുമ്പാണ് വന്നത് അല്ലേ, 22. നിങ്ങൾ കുട്ടികളാരും കാണാൻ സാധ്യതയില്ല. നിങ്ങൾ വായിക്കുന്നില്ല എന്നാണ് പൊതുവെ ആൾക്കാരുടെ പരാതി. എൻ്റെ മകൻ ഇവിടെ ഇരിപ്പുണ്ട്, ആദിത്യ ശങ്കർ, MA കഴിഞ്ഞ് B.Ed വിദ്യാർത്ഥിയാണ്. സ്റ്റാർട്ടപ്പ് കമ്പനിയൊക്കെ നടത്തുന്ന ആളാണ്. കുട്ടികൾ വായിക്കുന്നില്ല എന്ന് പൊതുവെ ഒരു ജഡ്ജ്മെൻറ്റ് മുതിർന്ന തലമുറയ്ക്കുണ്ട്. എനിക്കതില്ല. കാരണം എന്ന് വെച്ചാൽ കടലാസിൽ നിന്ന് വായിക്കുന്നില്ല എന്നാണ് നമ്മൾ ഈ പറയുന്നതിൻ്റെ അർത്ഥം. പക്ഷെ വായനയുടെ ആത്മാവെന്ന് പറഞ്ഞാൽ അത് എവിടെയാണ്? കടലാസിലാണോ, താളിയോലയിലാണോ, കരികല്ലി കുത്തിയതാണോ എന്നുള്ളതല്ല, വായിച്ചോ എന്നുള്ളത്. നമ്മുടെ ഈ തലമുറ വായിക്കുന്നുണ്ട്. ഇനി രണ്ടാമതൊരു കണക്കും കൂടെ, അവർ കടലാസിലെ പുസ്തകവും വായിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അടുത്തിടയ്ക്ക് ഒരു ചെറുപ്പക്കാരനായ എഴുത്തുകാരന് ഒരു അവാർഡ് കൊടുത്തു കേന്ദ്ര സാഹിത്യ അക്കാദമി. രാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകത്തിന് അഖിൽ ധർമ്മജൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനായിട്ടുള്ളൊരു എഴുത്തുകാരന് അവാർഡ് കൊടുത്തു. ഞാൻ ആ പുസ്തകം വായിച്ചു. എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നതിന് എനിക്കതൊരു മടിയില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു, ആ പുസ്തകം ചെറുപ്പക്കാർ ഒരുപാട് വായിക്കുന്നു. അതിൻ്റെ കണക്കെന്താണെന്ന് വെച്ചാൽ അത്ഭുതപ്പെടുത്തുന്ന കണക്കാണ്. അതായത് ലോകത്തെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചിട്ടുള്ള സാഹിത്യ കൃതിയായിട്ട് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ കണക്കൊന്നുമില്ല. നിങ്ങൾ വെല്ലുവിളിച്ചാൽ ഞാൻ പിൻവലിക്കും. ഭാരത പര്യടനം, കുട്ടികൃഷ്ണമാരായരുടെ ഭാരത പര്യടനമാണ് ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട, ഏറ്റവും കൂടുതൽ പ്രിൻ്റ് ചെയ്യപ്പെട്ട, വായിച്ചോന്ന് നമുക്ക് അറിഞ്ഞുകൂടാ,
പ്രിൻ്റ് ചെയ്യപ്പെട്ട പുസ്തകം, ഞാനത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് സ്റ്റീഫൻ ഹോക്കിൻസിൻ്റെ പുസ്തകമുണ്ട് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. അതിനെപ്പറ്റി പറയുന്നത് ഏറ്റവും കൂടുതൽ പേര് വാങ്ങുകയും ഏറ്റവും കുറച്ച് പേര് വായിക്കുകയും ചെയ്ത പുസ്തകം എന്നാണ്. അപ്പോൾ അതുപോലെ ഇത് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞില്ല, പക്ഷേ എത്ര കോപ്പി വിറ്റഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു കണക്ക് ഏകദേശം 50 വർഷം കൊണ്ട് 2 ലക്ഷത്തിലേറെ കോപ്പികൾ കേരളത്തിൽ വിറ്റു എന്നുള്ളതാണ്. ഒരു എഡിഷൻ സാറിന് 5000 കോപ്പിയൊക്കെ ഇറക്കാറുള്ളൂ. അപ്പോൾ എത്രയോ എഡിഷൻ ഇറങ്ങിയിട്ടാണ്. പക്ഷേ ഈ റാം കെയർ ഓഫ് ആനന്ദി ഇറങ്ങിയിട്ട് 3-4 കൊല്ലമായുള്ളൂ. അത് ഭാരത പര്യടനത്തിനെ കവച്ച് വെച്ച് കഴിഞ്ഞു. അപ്പോൾ മുതിർന്നവർ കുറച്ച് പേര് വാങ്ങിക്കുന്നുണ്ട്, വിമർശിക്കാൻ വേണ്ടി വാങ്ങിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരത് ആസ്വദിക്കാനില്ല വാങ്ങിക്കും. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇവിടുത്തെ യുവതലമുറയോട് ഞാൻ പറയുന്നു, എനിക്ക് മുൻവിധിയില്ല, നിങ്ങൾ വായിക്കുന്നില്ല എന്നൊരു ശ്രീകുമാർ പ്ലീസ്. പണ്ട് അദ്ദേഹം ഇപ്പോൾ റിട്ടയർ ചെയ്തേ ഉള്ളൂ. വളരെ പ്രഗത്ഭനായ ലൈബ്രറിയൻ കവിയും കൂടെയാണ്. എന്നെ കാണാനായിട്ട് ഓഫീസിലോട്ട് വന്നപ്പോൾ ഞങ്ങൾ വന്നുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. വെൽക്കം. സാറിൻ്റെ പൂക്കടം മാറ്റട്ടെ, ഒരു പൂവൊന്ന് സാറിന് കൊടുത്തോണ്ട്. നിങ്ങൾ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ അങ്ങനെ ആരും വിലയിരുത്തണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. വായനാ ദിനത്തിൽ സാധാരണ നമ്മൾ ചെയ്യുന്നത്, പ്രസംഗിക്കാൻ വരുന്നതാണ് അദ്ദേഹത്തിന് വായനയോടുള്ള പ്രണയം ബാക്കിയുള്ളവരോട് പങ്കിടുക എന്നുള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ട 2 പുസ്തകത്തിൻ്റെ ചുരുക്കം ഇവിടെ പറയാം, അല്ലെങ്കിൽ നിങ്ങളെ വായിക്കാൻ പ്രചോദിപ്പിക്കാൻ വേണ്ടി പറയാം. ഞാനിതിന് ശാസ്ത്രം കൂടുതൽ എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന ആളാണ്, പക്ഷേ കലാരംഗത്തും എഴുതുകയും വായിക്കുകയും ചെയ്യാറുണ്ട്. എനിക്ക് ആദ്യം നിങ്ങളുടെ ലൈബ്രറിയിൽ ഉണ്ടെന്ന് തോന്നുന്നു, കഴിഞ്ഞ വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു വാട്ട് ഇഫ്. അത് റാൻഡൽ മൺറോ എന്നാണ് എൻ്റെ ഓർമ്മ, ശരിയാണെങ്കിൽ. മൺറോ എന്നുണ്ട്, റാൻഡൽ എന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞില്ല. മൺറോ വാട്ട് ഇഫ് നെറ്റി സെർച്ച് ചെയ്താൽ ഈ പുസ്തകത്തിൻ്റെ ചിത്രമാണ് അതിൽ വരുന്നത്. ഈ പുസ്തകം അതിരസകരമായതും ആരെയും, അത് ശാസ്ത്രമാണ് പുസ്തകമെങ്കിലും അതിനകത്ത് കൂടുതൽ ശാസ്ത്രമാണെങ്കിലും അത് ശാസ്ത്രം മാത്രം ഉള്ളവർക്ക് വേണ്ടിയല്ല, അത് ആർക്കും വായിക്കാം. ആ പുസ്തകം വായിക്കാൻ തുടങ്ങിയാൽ താഴെ വയ്ക്കാൻ ഒക്കില്ല എന്നാണ് എൻ്റെ ഒരു അനുഭവം. ആ പുസ്തകം എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ വളരെ കൗതുകകരമായ കുറച്ച് ചോദ്യങ്ങൾ, മണ്ടൻ ചോദ്യം എന്ന് വേണമെങ്കിൽ പറയാം, പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്ന ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിൻ്റെ വളരെ ഗൗരവമായിട്ടുള്ള മറുപടി പറയുക എന്നുള്ളതാണ് ആ പുസ്തകത്തിൽ ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ഉദാഹരണം, നമ്മൾ ഇപ്പം നഗരത്തിൽ പോയാൽ അറിയാം, നമ്മുടെ കെട്ടിടങ്ങളൊക്കെ പൊക്കം കൂടി വരിക. നമ്മൾ ഓടിട്ട കെട്ടിടങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് 2 നില എന്ന് പറഞ്ഞാൽ തന്നെ വലിയ അത്ഭുതമായിരുന്നു. പക്ഷേ ഇപ്പോൾ എത്ര നിലയുണ്ട്? നമുക്ക് 40 നിലയുള്ള ഫ്ലാറ്റുണ്ട്, 50 നിലയുള്ള ഫ്ലാറ്റുണ്ട്. എനിക്ക് തോന്നുന്നു ചില നഗരങ്ങളിലോ ചില സ്ഥലങ്ങളിലോ 100 നിലയുള്ള ഫ്ലാറ്റ്. അപ്പോൾ ഈ പുസ്തകത്തിലെ ഒരു ചോദ്യം, ഒരാൾ തീരുമാനിക്കുകയാണ് ഞാനൊരു ഫ്ലാറ്റ് കെട്ടാൻ പോവുകയാണ്. എത്ര നിലയെന്നറിയാമോ? 1,00,000 നില. അങ്ങനെ കെട്ടാൻ ഒക്കുമോ? അങ്ങനെ കെട്ടിയാൽ എന്ത് സംഭവിക്കും? ഈ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറഞ്ഞിരിക്കുക. വളരെ കൗതുകരമാണ് ആലോചിച്ച്. യഥാർത്ഥത്തിൽ അതൊരു ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചിന്തയും കൂടെ നമ്മളിൽ ഉണർത്തും. നമുക്ക് പലർക്കും ഡിസൈൻ, ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാളാണ്, ഡിസൈൻ എന്ന് പറഞ്ഞതിന് ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, നമ്മളിപ്പോൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മലക്കറി അരിഞ്ഞാണ് അതിനകത്ത്. ഏതോ ഒരു സിനിമയിൽ എനിക്ക് തോന്നുന്നു, നിങ്ങൾ പഴയ സിനിമ കാണുമെന്ന് പറഞ്ഞുകൂടാ, ജയറാം ഏതോ ഒരു അഹങ്കാരിയെ പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട്, അപ്പോൾ അത് ജയറാം, ഞാനിപ്പോൾ അതിനെ കഥ പറയുമ്പോൾ പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു, ജയറാമും കൂടെ അടുക്കളയിൽ കയറേണ്ടതായിരുന്നു. പക്ഷേ ജയറാം ആ പെൺകുട്ടിയെ അടുക്കളയിൽ കയറ്റിപ്പിക്കുകയും അതിന് കയറാൻ അറിഞ്ഞുകൂടാ, അതിൻ്റെ അച്ഛൻ DGP ആയിരുന്നുകൊണ്ട് അത് ഈ ചേനയുടെയൊക്കെ മുഴുവൻ തന്നെ അതിനകത്തോട്ട് സാമ്പാറിലൊക്കെ ഇടുന്നു. ഒരു ചേന, ഒരു വലിയ കത്തിരിക്ക അതോടെ ഇടുന്നു. അപ്പം നിങ്ങൾ അത് കണ്ട ഉടനെ നമുക്ക് മനസ്സിലാവും, അല്ല അങ്ങനെയല്ല ചെയ്യേണ്ടത്, അത് കുറച്ചും കൂടെ ചെറുതായിട്ട് മുറിക്കണം. അപ്പോൾ ചെറുതായിട്ട് എങ്ങനെ മുറിക്കാം? എങ്ങനെ വേണം മുറിക്കാം. ഇപ്പോൾ ഒരാൾ വന്ന് ഇത്തിരി കൂടുതൽ വാശിയുള്ള ഒരാൾ വന്ന് ഈ ചേന എടുത്തിട്ട് കൊത്തി ചൊല്ലി പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതിനകത്ത് ഇട്ടാൽ എങ്ങനെ ഇരിക്കും? സാമ്പാറെല്ലാം കൂടെ കുഴഞ്ഞ് മറിഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം ചേന മുഴുവനായിട്ട് വേണമെങ്കിൽ ഇടാം, പൊടിയായിട്ടില്ല. നിങ്ങൾ ഇടുന്നത് രണ്ടുമല്ല, അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ഥലത്താണ് നിങ്ങൾ ഇടുന്നത്. അതിനെയാണ് അതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ കെട്ടിടത്തിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞത് ഒരു ആശയം എന്താണെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിൽ പതിയാൻ പറ്റിയ ഒരു ചോദ്യവും ഉത്തരവാണ് ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തത്, നമുക്കെല്ലാം അറിയാം, നമ്മൾ പ്രപഞ്ചത്തിനെ കുറിച്ചിട്ട് നമുക്ക് ഒരുപാട് ചിത്രങ്ങളുണ്ട്, പരികല്പനകളുണ്ട്, അതിനെക്കുറിച്ചിട്ട് കവികൾ എഴുതിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ആരോ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കണ്ടു, എന്നെക്കുറിച്ചൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ അദ്ദേഹം അത് എഴുതിയിരുന്നു, എനിക്കൊരു പുസ്തകം തന്നു എന്ന് എഴുതിയിരുന്നു. പുസ്തകം വയലാറിൻ്റെ കാമുക ഹൃദയം എന്ന് പറഞ്ഞ പുസ്തകമാണ്. അതുകൂടെ ഞാനിവിടെ പരിചയപ്പെടുത്തുക, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. പക്ഷേ നിങ്ങൾ ഈ പഴയ പാട്ട് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞിട്ടുണ്ട്. ചക്രവർത്തിനി നിനക്ക് ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു എന്നുള്ള പാട്ടാണ് ആദ്യത്തെ ചാപ്റ്റർ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വയലാർ തന്നെ പ്രപഞ്ചത്തിനെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും ഒക്കെ എഴുതിയിരിക്കുന്നത് വളരെ
വ്യത്യസ്തമായിട്ടുള്ള പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, അടുത്തിടയ്ക്ക് അന്തരിച്ച MLA, അടുത്തിടെ 2-3 വർഷത്തിന് മുമ്പ് PT തോമസ്, അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വയലാറിൻ്റെ പാട്ട് ആണ് വെക്കേണ്ടതെന്ന് പറഞ്ഞു. അല്ലാതെ ഏതെങ്കിലും മതപരമായ പാട്ടല്ല. എന്താണത്? ചന്ദ്രകളവം ചാർത്തി ഉറങ്ങും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഈ ഒരു ജന്മം കൂടി എന്നാണ് പാട്ട്. പക്ഷേ അതേ വയലാർ എഴുതിയിരിക്കുകയാണ് പിന്നെ ഈ കറുത്ത ചക്രവാളം അതിരുകൾ ചൂടും കാരാഗൃഹമാണ് ഭൂമിയും. അതേ കവി എഴുതിയിരിക്കുകയാണ്. എന്തായാലും അവിടെ നിൽക്കട്ടെ. പ്രപഞ്ചത്തിനെ കുറിച്ചിട്ടുള്ള നമുക്ക് കാഴ്ചപ്പാടുണ്ടാകാൻ ഏറ്റവും മനോഹരമായ ഒരു ചോദ്യം ഈ പുസ്തകത്തിൽ ചോദിച്ചിട്ടുണ്ട്. ആ പുസ്തകം എന്താ ചോദ്യം എന്ന് വെച്ചാൽ, നമ്മൾ നിൽക്കുന്ന നിപ്പിൽ മുകളിലോട്ട് ഇങ്ങനെ ഉയരുന്നു എന്ന് വിചാരിക്കുക. ടെറസൊന്നും ഇല്ലയെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ തലയോടെ ഇടിക്കും. നമ്മൾ മുറ്റത്തിറങ്ങി നിന്നിട്ട് ബൈ സം മാജിക് വി ആർ റൈസിങ് 1 meter per second. വാട്ട് വിൽ ഹാപ്പൻ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പറയാം, കുറച്ച് ഉയരുമ്പോൾ രസം ബോളിൽ നിന്ന് വേണമെങ്കിൽ ലൈവ് കൊടുക്കാം. കാരണം വിമൻസ് കോളേജിൻ്റെ ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ച നമുക്ക് കാണിക്കാനും ലൈവൊക്കെ കൊടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചൂട് കുറച്ച് അസഹനീയമായിരിക്കും. കുറച്ച് മുകളിലോട്ടൊരു ശ്വാസം ബുദ്ധിമുട്ടും, കുറച്ച് കഴിയുമ്പോൾ ശ്വാസം വളരെ ബുദ്ധിമുട്ടും. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പേ ഉള്ളൂ. എന്താണത്? ചത്തുവും. അപ്പോൾ നമ്മുടെ ഒരു ഇത്രയല്ലേ എഴുതാനുള്ളൂ, 5-6 വരിയല്ലേ ഉള്ളൂ. 25 പേജാണ് എഴുതിയിരിക്കുന്നത്. 25 പേജ്. കാരണം ചത്താലും അദ്ദേഹം ഈ യാത്ര നിർത്തുന്നില്ല, നേരെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. കോടാനുകോടി വർഷം യാത്ര ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ പിന്നെ ആളായിട്ട് കാണില്ല, എല്ലാം ചെറിയ പൊടിയായിട്ട് പിന്നെ ബാക്കി കാണുള്ളൂ, അണുക്കളായിട്ടേ കാണുള്ളൂ. പക്ഷേ അത് ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്ന വായിച്ച, സത്യം പറഞ്ഞാൽ ഒരു സയൻസ് പുസ്തകം വായിച്ച് പേടിച്ചിട്ടുള്ള എൻ്റെ ഏക അനുഭവം പുസ്തകം. പേടിച്ചു. ആ പ്രപഞ്ചം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വളരെ നല്ല അകക്കണ്ണ് തുറക്കുന്നൊരു പുസ്തകം. പിന്നെ വേറൊരു ചോദ്യമാണ്, രസകരമായ ചോദ്യമാണ്. ഈ ലോകത്തെ ഭൂമിയിലെ എല്ലാ മനുഷ്യരെയും കൂടെ ഒരു സ്ഥലത്തോട്ട് വിളിച്ചിട്ട്, വലിയ ഗ്രൗണ്ടിൽ വിളിച്ചിട്ട് നിരയായിട്ട് നിൽക്കാൻ പറയും. എന്നിട്ട് പറയുന്നു, ഞാൻ 1, 2, 3 എന്നുമ്പോൾ ചാടണം എന്ന് പറയും. എല്ലാവരുടെ അടുത്ത് മൈക്കിൽ കൂടെ പറയും. എല്ലാവരും ചാടും. അങ്ങനെ ചാടിയാൽ ഭൂമി കുലുക്കുമോ? ഇതാണൊരു ചോദ്യം. അതിനും അതിമനോഹരമായ കാൽക്കുലേഷനിലൂടെ അദ്ദേഹം ഉത്തരം പറയുന്നത്. ഈ ഭൂമിയിലെ സകല ആൾക്കാരെയും കൊണ്ട് നിർത്താൻ ഒരു സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചിട്ട് അദ്ദേഹം അത് ആഫ്രിക്കയിലെ നമ്മൾ പേര് കേട്ടിട്ടില്ലാത്ത രാജ്യത്തിൻ്റെ പേര് പറയുന്നുണ്ട്. അവിടെ നിർത്താനുള്ള അത്രയും ആളേ ഉള്ളൂ ലോകത്ത്. ആ ഉത്തരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ അന്തിമമായ ഉത്തരം എന്താണെന്ന്. ഒന്നും സംഭവിക്കില്ല. ഭൂമിയിലെ സകല മനുഷ്യരും തലകുത്തി നിന്നാലും തുള്ളിച്ചാടിയാലും ഭൂമിക്കൊന്നും സംഭവിക്കില്ല. അത്രയും ബൃഹത്തായ ഒരു വസ്തുവാണ് ഭൂമി എന്ന് നമുക്കത് വായിക്കുമ്പോൾ രസകരമായിട്ട് മനസ്സിലാവും. ഇതിലൊരുപാട് ചോദ്യങ്ങൾ അതിനകത്തുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് അതിനെ ആ പുസ്തകം വാങ്ങാനും വായിക്കാനും ആഹ്വാനം ചെയ്യുന്നു. വായിച്ചില്ലെങ്കിൽ സാരമില്ല, വാങ്ങി അടുത്ത് വെച്ചിരുന്നാൽ. കാരണം ഞാൻ കരുതുന്ന ഒരു പുസ്തകം വായിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് മാത്രമല്ല, അത് ആ പുസ്തകത്തിനും കൂടെയാണ്. ആ പുസ്തകം നമ്മളെ വായിപ്പിക്കണം. ഡോക്ടർ രംഗനാഥൻ, ലൈബ്രറി സയൻസിൻ്റെ ഫാദർ, അദ്ദേഹം ഈ ന്യൂട്ടൺ ലോ പറഞ്ഞിരിക്കുന്ന പോലെ അദ്ദേഹം പുസ്തകങ്ങളെക്കുറിച്ച് 5 ലോ പറഞ്ഞിട്ടുണ്ട്. ലോസ് ഓഫ് ലൈബ്രറി സയൻസ്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു ലോ ആണ്, ഫോർ എവരി റീഡർ ഹിസ് ബുക്ക്. ആ ഹിസ് എന്നുള്ള മാറ്റണം നമ്മൾ. ഫോർ എവരി റീഡർ ഹെർ ബുക്ക്. ഇത്രയും കാലം ഹിസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നില്ലേ, അപ്പോൾ ഇനി ഹെർ ആവട്ടെ. ഫോർ എവരി റീഡർ ഹെർ ബുക്ക്, ഫോർ എവരി ബുക്ക് ഇറ്റ്സ് റീഡർ. ഇതാണ് 2 നിയമങ്ങൾ. നിങ്ങൾക്ക് ചില പുസ്തകങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചില പുസ്തകങ്ങൾക്ക് ചില ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടി മാത്രമാണ് ആ പുസ്തകങ്ങൾ നിലകൊള്ളുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വായിച്ചില്ല എന്ന് പറഞ്ഞ് കുറ്റബോധം വേണ്ട. കുറ്റബോധം നമ്മളെ വായനയിൽ നിന്ന് പുറകോട്ടടിക്കുന്ന ഒരു സാധനം. നിങ്ങൾ ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുക്കുക, 2 പുസ്തകം എടുക്കുക, വീട്ടിൽ കൊണ്ടുവയ്ക്കുക, വായിക്കാതെ തിരിച്ചു കൊണ്ടുവയ്ക്കുക. അതിന് യാതൊരു മടിയുടെയും കാര്യമില്ല, അങ്ങനെ ഗിൽറ്റി കുറ്റബോധത്തിൻ്റെയും കാര്യമില്ല. കാരണം ആരാണ് ഉത്തരവാദി? ആരാ? 50% ഉള്ളൂ നമ്മൾ ഉത്തരവാദി. 50% ആ പുസ്തകമാണ്. ആ പുസ്തകത്തിനെ തൊടാനും അതിനെ തുറന്ന് നോക്കുമ്പോൾ നമുക്ക് തഴുകാനും അതിനെ മണം പിടിക്കാനും പോലും തോന്നുന്ന പുസ്തകമേ നമ്മൾ എടുക്കുകയുള്ളൂ. പിന്നെ വേറെ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഇത്രയുള്ളൊരു പുസ്തകം കണ്ടാൽ അപ്പം തന്നെ മനസ്സ് പറയും, ഇതൊന്നും ഞമ്മത്തെ വായിച്ച് തീർക്കാൻ നോക്കില്ല എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പുതിയ തലമുറയ്ക്ക് നിങ്ങളൊക്കെ എഴുതുമ്പോൾ ദയവ് ഇത് 10 or 50 പേജുള്ള പുസ്തകം എഴുതിയാൽ വല്ലവരും വായിക്കും. ഈ വലിയ പുസ്തകമൊക്കെ വരട്ട് തത്വാദികളിൽ വായിക്കുമായിരിക്കും, നമ്മൾ സാധാരണ മനുഷ്യരും വായിക്കില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ചാടി നമ്മുടെ ഒരു സാഹിത്യത്തിലേക്ക് വരികയാണെങ്കിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ച പുസ്തകം ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പുസ്തകമായിരിക്കും, ആടുജീവിതമാണ്. അതിന് സിനിമ കണ്ട പുസ്തകം വായിച്ചോ എനിക്ക് അറിഞ്ഞൂടാ. സിനിമ കണ്ടില്ലെങ്കിൽ ഇനി കാണരുത്. കാരണം ആ പുസ്തകം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതി വളരെ വ്യത്യാസമാണ് സിനിമയിൽ. അത് വായിച്ച് അതിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സ് ഒരു വാടക വീട് കഴുകി ഇറക്കിയതുപോലെ നമുക്ക് തോന്നും. ഒരു ദുരിതത്തിൻ്റെ കയത്തിൽ മുങ്ങിയ ഒരു മനുഷ്യൻ്റെ കഥയാണ് അതിനകത്ത് പറയുന്നത്. ആ ദുരിതക്കയത്തിൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാനൊക്കാത്ത അത്രയും ഒരു കെട്ടുകഥയായിട്ട് തോന്നുന്ന ഒരു ദുരിതത്തിൻ്റെ കഥയും നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉടനീളം ഒരു നിമിഷം പോലും ആ ദുരിതം അനുഭവിച്ച മനുഷ്യൻ പ്രത്യാശ കൈവിടുകയോ
അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ തള്ളിപ്പറയുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമുക്കത് വായിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിലേക്ക് തിരിയുമ്പോൾ നമുക്ക് തോന്നും ഇതൊന്നൊരു പ്രശ്നമേ അല്ല എന്ന് തോന്നും. അത് ബൈബിളും ഖുറാനും ഗീതയും ഒക്കെ വായിക്കുന്നത് പോലെ നമ്മളെല്ലാവരും വായിക്കേണ്ട പുസ്തകമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പിന്നെ ഇന്നലെ ഒരു പുസ്തകം വായിച്ചതിനെ കുറിച്ചും കൂടെ പറയാം. അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല, എങ്കിലും പുറകെ വരുമ്പോൾ വായിച്ചുകൊള്ളുക എന്നുള്ളതാണ്. ട്രിഷ ജെയിംസ് എന്ന പേരുള്ള ഒരു റിട്ടയർ ചെയ്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹമാണ് അത് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം നമ്മുടെ ആധുനിക ലോകത്തെ ഇൻഫർമേഷൻ സാക്ഷരതയെക്കുറിച്ചാണ് പുസ്തകം എഴുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതും വായിച്ചാൽ നമ്മൾ പേടിച്ചു പോകും. നമ്മൾ ജീവിക്കുന്ന ലോകത്ത് എന്തൊക്കെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമാണ് നടക്കുന്നത്, നമ്മളതിൻ്റെയൊക്കെ ഇരയായിട്ടാണ് ജീവിക്കുന്നതെന്ന് വായിക്കുമ്പോൾ അതീവ രസകരമായിട്ടുള്ളൊരു പുസ്തകമായിട്ട് എനിക്ക് തോന്നി. ഇനി ശാസ്ത്രത്തിലേക്ക് ഒന്നും കൂടെ കടന്നു വന്നു കഴിഞ്ഞാൽ, ഞാൻ വളരെ ചെറുതായിരുന്നപ്പം വായിച്ച് എന്നെ വളരെ സ്വാധീനിച്ച ഒരു പുസ്തകം, ആദ്യം പുസ്തകമായിട്ടല്ല വായിച്ചത്, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ സീരിയലൈസ് ചെയ്ത് വന്നുകൊണ്ടിരുന്നു ഒരു പുസ്തകം. അതൊരു നോബൽ ലോറിയേറ്റ് എഴുതിയ പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് ഗാമോഫ്. ബുക്കിൻ്റെ പേര് 1, 2, 3 ഇൻഫിനിറ്റി, 1, 2, 3 അനന്തം. മലയാളം തർജ്ജമ ഡോക്ടർ ഗോപാലകൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ സാറ് തിരുവനന്തപുരം കോളേജിലെ പ്രൊഫസർ തർജ്ജമ ചെയ്ത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ലേറ്റ് 60s ഏർലി 70s പ്രസിദ്ധീകരിച്ചു. ഞാൻ അതിൽ നിന്നാണ് വായിച്ചത്. ഇപ്പോൾ അത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുസ്തകമായിട്ട് അവൈലബിൾ ആണ്. ആ പുസ്തകവും വളരെ രസകരമാണ് വായിക്കാൻ. അതിലും ഇതുപോലെ കൗതുകമാർന്ന ചോദ്യങ്ങളും അതിൻ്റെ ചർച്ചയിലൂടെ അത്യാധുനിക ശാസ്ത്രവും നമ്മളെ അറിയിക്കുന്നു. ഇപ്പോൾ ഒരു ചോദ്യമാണ്, ഒരു പാമ്പ് വിശന്ന് ഇങ്ങനെ കിടക്കുകയാണ് കുറ്റിക്കാട്ടിൽ, അതിന് എന്തെങ്കിലും തിന്നാൻ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പതുക്കെ ചലിച്ചു വന്നപ്പോൾ എന്തോ ഒരു സാധനം മുന്നേ കണ്ടു, അതങ്ങ് വിഴുങ്ങാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് സ്വന്തം വാലാണ്. അപ്പോൾ ആ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ആ പാമ്പ് അങ്ങനെ അതിൻ്റെ സ്വന്തം വാലിനെ വിഴുങ്ങിക്കൊണ്ടിരുന്ന കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ തല കൊണ്ട് അതിൻ്റെ തലയെ തന്നെ വിഴുങ്ങേണ്ടി വരും എന്നുള്ളൊരവസ്ഥ വരും. അപ്പോൾ എന്ത് സംഭവിക്കും എന്നൊരു ചോദ്യം. അതുപോലെ വേറൊരു ചോദ്യം, സോക്സ് അകമ്പുറം വലിച്ചിടുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു വസ്ത്രം അകമ്പുറം വലിച്ചിടുന്നത് പോലെ മനുഷ്യ ശരീരം അകമ്പുറം വലിച്ചിട്ടാൽ എന്ത് സംഭവിക്കും? അകത്തിരിക്കുന്നതെല്ലാം പുറത്തിരിക്കുന്നതെല്ലാം അകത്ത്. ഇതെല്ലാം ചിന്തയെ ചൂടുപിടിപ്പിക്കുന്ന വളരെ രസകരവും നമുക്ക് പിന്നെ ഉറങ്ങാൻ ഒക്കാത്ത, അതിനെപ്പറ്റി ആലോചിച്ച് ഉറങ്ങാനൊക്കാത്ത തരത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ആ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നമ്മൾ ചിന്തയും പുതിയ വിജ്ഞാനവും ശാസ്ത്രത്തെയും വിവരത്തെയും ഒക്കെ സംസാരിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യന് അങ്ങനെ പുതിയ ഒരു ഉപയുക്തതയുള്ള വിജ്ഞാനം മാത്രം കിട്ടിയാൽ പോരാ, നമ്മുടെ ഹൃദയത്തെ ആർദ്രമാക്കുകയും തരളിതമാക്കുകയും നമുക്ക് അനുകമ്പയും അലിവും കരുണയും ഒക്കെ ഉണരുകയും ചെയ്യുന്ന വായനയും നമ്മൾ നടത്തണം. അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ അതുകൊണ്ടാണ് യഥാർത്ഥ ഗുണം. പക്ഷെ നമ്മളതിനെ ഗുണം എന്ന് പറയാറില്ല. അത് ജീവിതത്തിന് പൂർണ്ണത നൽകുകയും നമ്മുടെ ജീവിതത്തിൽ ആഹ്ലാദത്തിൻ്റെ ഒരു അടിത്തറ ഇടുകയും ചെയ്യുന്നത്. കവിത വായിക്കുകയും കഥ വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ മനുഷ്യത്വം ഉണരുന്നത്. ഞാൻ ശാസ്ത്രബോധം പ്രചരിപ്പിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു, നിങ്ങളത് പരിമിതി വിട്ട് ഉപയോഗിക്കുകയും അപ്രസക്തമായ സ്ഥലത്ത് കൊണ്ടുപോയി ഉപയോഗിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് നേരെ വിപരീത ഫലമായിരിക്കും ജീവിതത്തിൽ ഉണ്ടാക്കുക എന്നെനിക്ക് തോന്നുന്നു. ഞാനതിന് ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു കാമുകനും കാമുകിയും അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ അവിടെ ശാസ്ത്രബോധമില്ല, ശാസ്ത്രബോധം വരേണ്ട കാര്യമില്ല. സാധാരണ വന്നാൽ ആ പ്രണയം തച്ചുടഞ്ഞു പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയ ഉദാഹരണം, കാമുകൻ കാമുകിയെടുത്ത് പറയുകയാണ്, ഞാനിതിരി പഴഞ്ചനാണ്, എനിക്ക് പഴയ പാട്ടേ അറിയാവൂ, നിങ്ങളുടെ ഡബ്സിയുടെ പാട്ടൊന്നും എനിക്ക് അറിഞ്ഞൂടാ, അതെനിക്ക് അറിയാവുന്ന പാട്ട് ഞാൻ പറയും. കാമുകൻ കാമുകിയെടുത്ത് പറഞ്ഞു, എങ്കിലും എൻ ഓമലാൾക്ക് താമസിക്കാൻ എൻ കരളിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാൻ ഒരുക്കാം എന്ന് പറഞ്ഞ കാമുകിയോട് കാമുകൻ പറഞ്ഞപ്പോൾ കാമുകി വളരെ ശാസ്ത്രബോധമുള്ളവളായതുകൊണ്ട് അവൾ ചോദിച്ചു, അതെങ്ങനെയാണ് തങ്കക്കിനാവ് കൊണ്ട് താജ്മഹൽ ഉണ്ടാക്കാൻ നോക്കുന്നത്? എങ്ങനെ ഉണ്ടാക്കണം? പിന്നെ രണ്ടത് കരളിനകത്ത് എങ്ങനെ കൊണ്ട് വയ്ക്കും? മനുഷ്യ ശരീരത്തിൻ്റെ അകത്തുള്ളൊരു ചെറിയ അവയവമല്ലേ കരൾ, അതിന് മുകളിൽ താജ്മഹൽ പണിയാൻ ഒക്കുമോ? സിമെൻറ്റും കമ്പിയൊക്കെ അകത്ത് കൊണ്ടുവരുമോ? അങ്ങനെ പണിയാൻ ഒക്കില്ലല്ലോ എന്ന് ചോദിച്ചാൽ ആ കാമുകിയെ ശാസ്ത്രബോധമുള്ളവളെന്ന് വിളിക്കുമോ, അതെ അരസിക, പ്രണയത്തിന് അർഹയല്ലാത്ത അരസിക എന്ന് വിളിക്കും? ഞാനങ്ങനെയാണ് വിളിക്കും. അപ്പോൾ ശാസ്ത്രബോധം എവിടെ എടുത്ത് പ്രയോഗിക്കാനുള്ള സാധനമല്ല. പലപ്പോഴും ശാസ്ത്രബോധ പ്രചരണത്തിൻ്റെ ഒരു പിന്നോക്കാവസ്ഥ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മതത്തിനെ തച്ചുടയ്ക്കാനുള്ള ഒരു സാധനമായിട്ട് ആൾക്കാർ കരുതുന്നു എന്നുള്ളതാണ്. ഈ മതവും പ്രണയവും ഒക്കെ, ദൈവചിന്തയും പ്രണയവും ഒക്കെ, മതമൊന്നും ഞാൻ പറയുന്നില്ല, ദൈവചിന്തയും പ്രണയവും ഒക്കെ മനുഷ്യൻ്റെ ഭാവനയുടെ
അംശങ്ങളാണ്. അത് വളരെ മനോഹരമാണ്. അതില്ലായിരുന്നെങ്കിൽ ജീവിതം വളരെ അരസികമായി പോയാണ്. അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ അതിൽ ഒരെണ്ണം മാത്രം എടുത്ത് മാറ്റാൻ ഒക്കില്ല. ഞാൻ പിന്നെ ദൈവചിന്ത വേണ്ട, ഞാൻ ഇച്ചിരി പ്രണയം മാത്രം മതി എന്ന് പറയാൻ ഒക്കില്ല. കാരണം അത് സൗന്ദര്യ സങ്കല്പങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ഭാവനയുമായിട്ട് ബന്ധപ്പെട്ടും നിൽക്കുന്ന ആശയങ്ങളാണ്. പക്ഷേ നമ്മളതെല്ലാം ഉപയോഗിക്കുമ്പോൾ എവിടെ ഉപയോഗിക്കണം തീരുമാനിക്കാനുള്ള നമ്മുടെ ദീക്ഷണ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കണം. എനിക്ക് തോന്നുന്നു വളരെ വലിയൊരു ചോദ്യമാണ്, എങ്ങനെയാണ് വിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും വേർതിരിച്ചറിയാൻ സാധിക്കുക. എനിക്ക് തോന്നിയിട്ടുള്ളൊരു വർക്കിംഗ് ഡെഫിനിഷൻ, വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യം, അങ്ങനെ എളുപ്പമൊന്നുമല്ല ആൾക്കാർ കരുതുന്നുണ്ട്. എപ്പോഴാണോ വിശ്വാസം ചൂഷണത്തിനും മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനത്തിനും വേണ്ടി ഉപയോഗിക്കുന്നത്, അപ്പോൾ മാത്രമേ അതിനെ അന്ധവിശ്വാസം എന്ന് പറയാൻ പറ്റൂ. സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നത് ആരെയും ഒരു ഇത് ചെയ്യുന്ന കാര്യമല്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടിക്കുന്ന കാര്യമല്ല. ആ വിശ്വസിക്കുന്നവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും സന്തോഷം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ, ബാക്കി ആരും സ്വർഗത്തിൽ പോകുന്നില്ല എന്ന് വിചാരിക്കണമെങ്കിൽ വിചാരിച്ചോട്ടെ, അവരുടെ അടുത്ത് പോയി പറയാതിരുന്ന അവരെ അലോസരപ്പെടുത്താതിരുന്നതാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാം. അപ്പോൾ അങ്ങനെ വായനയുടെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും വളരെ യൂട്ടിലിറ്റേറിയൻ, സയൻറ്റിഫിക് അങ്ങനെയുള്ള കാര്യങ്ങളെ, ശ്രീനിവാസന്റെ കവിതയെല്ലാം ശാസ്ത്രീയമാണ്, ഒപ്പമായിരിക്കും എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഭൂമി ചെറുതാനത്തിനടുത്തരാകുമോ രാവിലെ എണീക്കുമ്പോൾ? അത് അസംബന്ധമല്ലേ എന്ന് ചോദിച്ചാൽ അയാളെന്ത് വിളിക്കും? അരസികൻ, വേറൊറ്റ വാക്കുമില്ല. അപ്പം നമ്മളെ വായനയുടെ കാര്യത്തിൽ പരന്ന വായന എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ മനുഷ്യൻ്റെ സൗന്ദര്യ സങ്കല്പങ്ങളെ പ്രചോദിപ്പിക്കുന്ന വായന കൂടെ ഇല്ലെങ്കിൽ നമ്മൾ എന്തായി പോകുമെന്ന് വെച്ചാൽ, നമ്മുടെ എന്തിരൻ സിനിമയിലൊരു ദൃശ്യം കണ്ടിട്ടില്ലേ? ഒരു 10-100 റോബോട്ടുകൾ ഇങ്ങനെ കൂടിയിരിക്കുന്നു, എല്ലാത്തിനെയും കണ്ടാൽ ഒരുപോലെ ഇരിക്കുന്നു, അതുപോലെ ആയിപ്പോവും. എല്ലാം വളരെ ശരിയായുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന, ശാസ്ത്രബോധമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന, യുക്തിപരമായ കാര്യം മാത്രം ചെയ്യുന്ന മനുഷ്യരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉപ്പും പുളിയും മുളകും ഒന്നും ഇല്ലാതായി പോകും. അപ്പോൾ അത് നമ്മൾ ഓർക്കണം. വായനയുടെ കാര്യത്തിൽ സയൻസ് പഠിക്കുന്നവർ ചെയ്യേണ്ട സുപ്രധാനമായ കാര്യം, അവർ സാഹിത്യം വായിക്കുക, പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ അവർ അരസികരായിട്ട് മാറും. നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വലിയ പ്രശ്നമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്, ഈ വിദ്യാഭ്യാസത്തിനകത്തൊരു ജാതി വ്യവസ്ഥ നമ്മളെപ്പോഴും കരുതിയിട്ടുണ്ട്. മെഡിസിൻ, എഞ്ചിനീയറിംഗ് ഒക്കെ വളരെ കൂടിയതും ബാക്കി ചില കാര്യങ്ങളൊക്കെ തൊടാൻ പാടില്ലാത്തതാണെന്നല്ല. ആ പഴംപരി വന്നപ്പോൾ പ്രസംഗം നിർത്താൻ തോന്നുന്നു. ആ വിഷയത്തിൽ നിങ്ങൾ നോക്കുക, എന്തൊരു അനീതിയാണെന്ന് നോക്കുക. അതായത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിക്കുന്ന കുട്ടി മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ വേണമെന്നാണ് നമ്മുടെ പുതിയ സംവിധാനവും പഴയ സംവിധാനവും. പണ്ടുകൊണ്ട് ഫിസിക്സും ഹിസ്റ്ററിയും എല്ലാം പഠിക്കുന്നവരും കുറച്ച് കവിതയും സാഹിത്യവും ഒക്കെ കൂടെ പഠിക്കുന്നു. എഞ്ചിനീയറിംഗുകാർക്ക് വേണ്ട, മെഡിസിൻകാർക്ക് വേണ്ട. അവർക്കെന്താ? അവർക്കാണ് ആവശ്യം കൂടുതൽ. ഈ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പഠിക്കുന്ന കുട്ടികൾക്ക് പൊതുവേ ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് സ്വാഭാവികമായിട്ട് ഒരു ഇൻട്രാക്ഷൻ വരും. പക്ഷേ ഈ ഡോക്ടറാകാൻ പോകുന്ന ആൾക്കാണ് കവിത വായിക്കേണ്ട അത്യാവശ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് നിർബന്ധിച്ച് ആ കുട്ടികളും കൂടെ കവിത വായിക്കുകയും സംഗീതം കേൾക്കുകയും ഒക്കെ ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദിവസത്തിൽ പറയുന്നു, നമ്മുടെ ക്യാമ്പസിൽ എന്തൊക്കെ മെച്ചപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായാലും നിങ്ങൾക്ക് നല്ല അധ്യാപകരുണ്ട്. പക്ഷേ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് നല്ല എംപവേർഡ് ടീച്ചേഴ്സ്, വെൽ പെയ്ഡ് ടീച്ചേഴ്സ്, നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ഇല്ല, കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ലബോറട്ടറിയെ കാണിക്കുന്നുണ്ട്, ഭയങ്കര ഗംഭീരൻ ലബോറട്ടറി, എല്ലാം ഉണ്ട്. അത് പോരാ, എന്താ വേണ്ടത്? നമുക്കൊരു എക്കോ സിസ്റ്റം ഫോർ ഹാപ്പി എഡ്യൂക്കേഷൻ ആവശ്യമാണ്. അതിൻ്റെ സുപ്രധാനമായ ഭാഗമാണ് വായിക്കുക എന്നുള്ളത്. അപ്പോൾ വായിക്കുക എന്നുള്ളതിനെ നമ്മൾ ഈ പുസ്തകം എന്ന് മാത്രം ചുരുക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് അടുത്തിരിക്കുന്ന ആളുടെ ജീവിതം വായിക്കാൻ സാധിക്കും, നമുക്ക് സംഗീതത്തിനെ വായിക്കാൻ സാധിക്കും, ചെവി കൊണ്ടാണ് അത് വായിക്കുന്നത് എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കുറച്ചും കൂടെ വിശാലമായ കാഴ്ചപ്പാടിൽ ജീവിതത്തിനെ കാണണം. ക്യാമ്പസ് സന്തോഷത്തിൻ്റെ ഇടമാകും. നിങ്ങൾക്ക് തല ഉയർത്തി സന്തോഷത്തോടെ സൗഹൃദത്തോടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കുന്ന, വളരാൻ സാധിക്കുന്ന, ഉണർവ് ലഭിക്കുന്ന ഒരു സ്ഥലമാക്കണം. അതിൽ വായന സുപ്രധാനമായ ഒരു ഘടകമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിങ്ങളുടെ ലൈബ്രറി എനിക്ക് തോന്നുന്നു അതിനകത്ത് ചെന്നിരുന്നാൽ വളരെ റൊമാൻറ്റിക് സ്പേസസ് ആണ് അതിനകത്തുള്ളത്. കുറേക്കൂടെ വേണമെങ്കിൽ മെച്ചമാക്കാമെങ്കിലും നല്ല പുതിയൊരു കെട്ടിടം, അതിനകത്ത് നല്ല സ്ഥലങ്ങൾ, അവിടെയൊക്കെ ചെന്നിരിക്കണം. ഇരുന്ന് പുസ്തകങ്ങളുമായിട്ട് കൂട്ടുകൂടണം. പുസ്തകങ്ങൾ നമ്മുടെ മനസ്സിനെ കുതിർക്കുന്നത് വരെ അതിനെ ഇടപഴകിക്കൊണ്ടിരിക്കണം. അത്തരത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഇത്രയും പോരെ? പാട്ട് പാടാമോ? വാർത്തയാവില്ലല്ലോ. കാഞ്ചന നൂപുരങ്ങൾ അഴിച്ചു വെച്ചു കാളിന്തി പൂതിലാവിൽ മയക്കമായി
എന്നിട്ട് സോറി ചാരുകേശി രാഗത്തിൽ സ്വാതി നല്ല കൃതി. കൃപയ പാലയ ശൗരേ കൃപയ പാലയ ശൗരേ കരുണ രസവസ കൃപയ പാലയ ശൗരേ കരുണ രസവസ കലുഷാർത്തി വീര കൃപയ പാലയ ശൗരേ കരുണാര സാവസ കലുഷാർത്തി വീര. ഇതേ പാട്ട് തന്നെ പ്രണയഗാനം. അകലെ അകലെ നീലാകാശം അലതല്ലും രാഗതീരം. വരിയൊക്കെ തെറ്റും കേട്ടോ. അരികിലെൻ്റെ ഹൃദയാകാശം അലതല്ലും മേഘതീരം. അകലെ നീലാകാശം.